ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ JB ക്രിയേഷൻ ആർട്സ് ആൻഡ് കടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എലിഫന്റ് ഇയർ, മാഗ്നിഫിക്കം എന്നൊക്കെ പറയുന്ന ആന്തൂറിയത്തിൻ്റെ ഒരു വെറൈറ്റിയെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ്. ഈ പ്ലാന്റിൻ്റെ പ്ലാന്റ് കെയർ വീഡിയോ ആയിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ ആനച്ചെവിയൻ്റെ പ്രൊപ്പഗേഷനും റീപോർട്ടിങ്ങും ഇവയെ പറ്റിയുള്ള പരിപാലന രീതിയും എല്ലാം നമുക്ക് കാണാം. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ട്രോപ്പിക്കൽ ഫോറസ്റ്റുകളിലൊക്കെ കാണപ്പെടുന്ന ഒരു ലീഫി പ്ലാന്റ് ആണ് ആന്തൂറിയം മാഗ്നിഫിക്കം. ഇത് ആന്തൂറിയം ജനസിൽപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ്. ആന്തൂറിയം എന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് ഫ്ലവറിംഗ് പ്ലാന്റ്സിനെയാണ്. എന്നാൽ ഇതൊരു ലീഫി പ്ലാന്റ് ആണ്. ഈ പ്ലാന്റിൻ്റെ ലീഫ് കണ്ടാൽ നമുക്ക് എലിഫൻറ്റിൻ്റെ ഇയർ പോലെ തോന്നിക്കുന്നത് കൊണ്ട് തന്നെ ഇവയെ എലിഫന്റ് ഇയർ എന്നും പറയാറുണ്ട്. ഇതൊരു ലീഫി പ്ലാന്റ് ആണെങ്കിലും ഇവയ്ക്ക് ഫ്ലവർ വരാറുണ്ട്. ഈ ഫ്ലവറിനെക്കാട്ടും ഭംഗി ഇവയുടെ ലീഫുകൾക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവയെ ലീഫി പ്ലാന്റ് എന്ന് പറയാറുള്ളത്. ഇവയുടെ ലീഫുകൾക്ക് ഒരു ലെതറി ഫീലാണ് ഉള്ളത്. കണ്ടാൽ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ കളറാണ് ഇവയ്ക്ക്. ആ ഗ്രീനിനകത്ത് സിൽവർ ലൈൻസ് ആണ് ഇവയുടെ ഭംഗി എന്ന് പറയുന്നത് തന്നെ. ആന്തൂറിയം മാഗ്നിഫിക്കത്തിൻ്റെ ബേബി ലീഫാണ് ഈ കാണുന്നത്. ഇവയുടെ കളർ ബർഗണ്ടി കളറാണ്. ഇവയുടെ ബേബി ലീഫുകൾക്ക് അധികം കട്ടിയില്ല, അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവാണ്. നമ്മൾ ഇവയെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ചെറുതായിട്ടൊരു തട്ടൽ പോലും ഇവയുടെ ലീഫുകൾ കീറിപ്പോവാൻ സാധ്യതയുണ്ട്. ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും വളർത്താവുന്നതാണ്. എന്നാൽ ഔട്ട്ഡോർ ആയിട്ട് വളർത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ വെയിൽ ഇവയ്ക്ക് ആവശ്യമില്ല. നേരിട്ടുള്ള വെയിലടിക്കുന്നത് ഇവയുടെ ലീഫുകൾ ചുള്ളിപ്പോകാൻ സാധ്യതയുണ്ട്. ഈ കാണുന്നതാണ് ഇവയുടെ ഫ്ലവർ എന്ന് പറയുന്നത്. ഇതിപ്പോൾ വിരിഞ്ഞിട്ടില്ല, വിരിയാറായിട്ടുള്ള ഒരു ബഡാണിത്. എപ്പോഴും നല്ല മോയ്സ്ചറായിട്ടിരിക്കാൻ താല്പര്യപ്പെടുന്നവരാണ് ഇവർ. അതുപോലെ തന്നെ ഗ്രീനെറ്റിലാണെങ്കിൽ തന്നെ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതാണ്. കൂടുതലായിട്ടുള്ളൊരു വാട്ടറിങ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഇവ ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഇവയുടെ പോട്ട് മിക്സ് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാവൂ. ഈ പ്ലാന്റ് റീപോർട്ടിംഗ് ആയോ എന്ന് മനസ്സിലാക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതുപോലെ പോട്ട് നമുക്ക് എടുത്തു കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ വേരുകൾ ചുറ്റിനുമിങ്ങി പിടങ്ങിയിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിലാണ് നമ്മൾ റീപോർട്ട് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ ഈ പ്ലാന്റിനെ കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ഒന്ന് പൊക്കി വെച്ചിട്ട് വെക്കുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ഇവയുടെ ലീഫുകളാണെങ്കിൽ ഓരോ സ്റ്റേജ് കഴിയുന്തോറും പുതിയ ലീഫുകൾ വരുന്നത് വളരെ വലിയ ലീഫുകളായിട്ടാണ് വളർന്നു വരുന്നത്. അതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് തട്ടിയിൽ തന്നെ ലീഫ് പൊടിഞ്ഞു പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഈ പ്ലാന്റ് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ പറയാനുള്ളത്, ഈ പ്ലാന്റ് ഒരു ടോക്സിക് ആണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഈ പ്ലാന്റ് നമ്മൾ ടച്ച് ചെയ്യുന്നുണ്ടോ വളർത്തുന്നുണ്ടോ ഒന്നും ഒരു പ്രശ്നവുമില്ല. നമ്മളെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ലീഫ് എടുത്ത് ചവച്ച് കഴിഞ്ഞാൽ സ്കിന്നിന് ഇറിറ്റേഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഈ പ്ലാന്റ് റീപോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഇതുപോലെ നിറയെ റൂട്ട്സൊക്കെ വന്ന ഒരു പ്ലാന്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പ്ലാന്റ് റീപോർട്ട് ചെയ്യാം. നമുക്ക് കത്തി വെച്ച് നമുക്കിതിൻ്റെ ലീഫുകൾക്കോ വേരുകൾക്കോ ഒന്നും പൊട്ടലൊന്നും വരാതെ സൈഡുകളിലൊക്കെ ഒന്ന് കുത്തി ഒന്ന് ഇളക്കി നോക്കാം. എന്നിട്ട് സൈഡുകളിലൊക്കെ ഇതുപോലെ ടാപ്പ് ചെയ്ത് കൊടുക്കാം. ടാപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ മണ്ണുകളൊക്കെ ഒന്ന് ഇളകി നമുക്ക് ഈ തറങ്ങി നിൽക്കിയിരിക്കുന്നതൊക്കെ ഒന്ന് മാറി നമുക്ക് ഈ പ്ലാന്റിനെ മുഴുവനോടെങ്ങി പുറത്തെടുക്കാൻ നോക്കാം. വേരുകൾ കൊണ്ട് തന്നെ നിറഞ്ഞ് ഇതിൻ്റെ ഉള്ളിലെല്ലാം വേര് പിടിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്ലാന്റ് എടുക്കാൻ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്. ഇപ്പം നമുക്ക് പ്ലാന്റ് എല്ലാം ഇങ്ങനെ നല്ല രീതിയിൽ ഇളകി വന്നിട്ടുണ്ട്. ഇതുപോലെ നിറഞ്ഞ വേരുകളോട് കൂടിയാണ് നമുക്ക് ഈ പ്ലാന്റ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിനി കുറച്ച് വേരുകളും മണ്ണുകളും ഒക്കെ ഒന്ന് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ മുകൾഭാഗം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായി സാനിറ്റൈസർ ഏതൊരു കത്തിയാണ് നമ്മൾ എടുക്കുന്നത്. ഇവ കൊണ്ട് നമ്മൾ മുകൾ ഭാഗം മുറിച്ചിങ്ങി എടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇവയുടെ പ്രൊപ്പഗേഷനായിട്ട് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ താഴോട്ടുള്ള ഈ കിഴങ്ങുകളാണ്. വേരോടുകൂടി കിഴങ്ങുകളാണ് നമ്മൾ പ്രൊപ്പഗേഷനായിട്ട് എടുക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗം നമുക്കിതുപോലെ തന്നെ നമ്മളിപ്പോൾ എടുത്ത പോട്ടിൽ തന്നെ കുറച്ച് മണ്ണും വേറെ പോട്ടി മിക്സൊക്കെ ഉപയോഗിച്ച് നമുക്ക് നടാവുന്നതാണ്. നമുക്ക് ഈ മണ്ണുകൾ ഓരോന്നും മാറ്റി നമുക്ക് ഈ കിഴങ്ങിന് പുറത്തെടുക്കാം.
എന്നിട്ട് കുറച്ച് വേരോട് കൂടി കിഴങ്ങ് നമ്മൾ കട്ട് ചെയ്താണ് എടുക്കുന്നത്. കിഴങ്ങുകൾ ഓരോന്നും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ഇത് തൂങ്ങിക്കിടക്കുന്ന വേരുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ്. നമുക്ക് ഈ ഒരു കിഴങ്ങ് തന്നെ രണ്ടായിട്ടാണ് ഞാൻ മുറിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 2 പ്ലാന്റായിട്ട് പ്ലാന്റ് ചെയ്യാം. ഇതുപോലെ പിന്നെയും 2 കിഴങ്ങോടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ താരോട്ട് ഒരുപാട് വേര് കിടക്കുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാവുന്നതാണ് കേട്ടോ. ഇത്രയും വേരിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്കിപ്പോൾ മൊത്തത്തിൽ 4 പീസുകളാണ് കിട്ടിയിട്ടുള്ളത്. ഈ 4 പീസും പിന്നെ അത് കൂടാതെ ഇതിൻ്റെ മുകൾ ഭാഗം നമ്മൾ കട്ട് ചെയ്തതും നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി പോട്ട് ചെയ്യാൻ നോക്കാം. ഈ പോട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത ഭാഗത്ത് ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് തേച്ച് കൊടുക്കാം. ഞാനിപ്പോൾ സാഫാണ് ഉപയോഗിക്കുന്നത്. സാഫ് നമ്മൾ ഈ കട്ട് ചെയ്തതിൻ്റെ അപ്പുറം ഇപ്പുറം എല്ലാം തേച്ച് കൊടുക്കണം നല്ല രീതിയിൽ. ഫംഗൽ ഇൻഫെക്ഷൻ മൂലം ഈ ഒരു കിഴങ്ങ് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ സാഫ് തേച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ കിഴങ്ങുകൾ പോട്ട് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു ചെറിയ പോട്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ചുടുകട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഓടിൻ്റെ പീസും ഇടാവുന്നതാണ്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്നത് മണലാണ്. മണലും പെർലൈറ്റും അതുപോലെ തന്നെ അല്പം മാത്രം ചാണകപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് പോട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ കിഴങ്ങുകളൊക്കെ നമ്മൾ പോട്ട് ചെയ്യുമ്പോൾ അധികം വളമൊന്നും കൊടുക്കരുത്. അധികം വളം കൊടുത്താൽ ചിലപ്പം ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പോട്ടി മിക്സായിട്ട് നല്ല രീതിയിൽ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സാണ് ഉപയോഗിക്കേണ്ടത്. അതാകുമ്പോൾ ഈ വെള്ളം കെട്ടി കിടന്നിട്ട് ചീഞ്ഞു പോകുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ നമുക്ക് ഈ വലിയ പ്ലാന്റ് ഉണ്ടല്ലോ, നമ്മൾ കിഴങ്ങല്ലാത്ത വലിയ പ്ലാന്റ് പോട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ കൊക്കോ പീറ്റും ആഡ് ചെയ്യാം കേട്ടോ. ഇതുപോലുള്ള പോട്ടി മിക്സ് ഈ മണ്ണും മണലും ചാണകപ്പൊടിയും പെർലൈറ്റും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കൊക്കോ പീറ്റും നമുക്ക് ആഡ് ചെയ്ത് നമുക്ക് പോട്ട് ചെയ്യാവുന്നതാണ്. അത് പിന്നെ ഒരുപാട് വേരും പ്ലാന്റായിട്ട് തന്നെ ഇരിക്കുന്നതുകൊണ്ട് അതിനൊന്നും കുഴപ്പം വരത്തില്ല അധികം. പക്ഷേ ഈ കിഴങ്ങ് മാത്രമായിട്ട് നടുന്നത് കൊണ്ട് നമ്മൾ ഒത്തിരി കട്ട് ചെയ്തല്ലേ, അപ്പോഴീ വെള്ളം നിന്നിട്ട് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വളവോ അതുപോലെ തന്നെ വെള്ളം നിൽക്കുന്ന പോട്ടി മിക്സോ നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. ഈ കിഴങ്ങിൽ നിന്ന് പ്ലാന്റൊക്കെ വന്ന് വലുതായതിന് ശേഷം നമുക്ക് വലിയ പ്ലാന്റ്സ് പോട്ട് ചെയ്തതുപോലെ തന്നെ അതിനകത്ത് കൊക്കോ പീറ്റ് ആഡ് ചെയ്ത് നമുക്ക് പ്ലാന്റ് ചെയ്യാവുന്നതാണ്. കൊക്കോ പീറ്റും ചാണകപ്പൊടിയും അതുപോലെ തന്നെ ബാക്കിയുള്ള പെർലൈറ്റും മണ്ണും മണലും എല്ലാം ചേർത്ത് നമുക്ക് പോട്ട് ചെയ്യാവുന്നതാണ്. എന്ന് വെച്ചാൽ ഇവയ്ക്ക് മോയ്സ്ചർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന പ്ലാന്റാണിത്. അതുകൊണ്ട് തന്നെ കൊക്കോ പീറ്റും കൂടെ ആഡ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. ഈ കിഴങ്ങിനകത്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഈർപ്പം നിന്നിട്ട് പ്ലാന്റ് ചീഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ ചെറിയ കിഴങ്ങുകൾക്കൊന്നും ആഡ് ചെയ്യാത്തത്. അങ്ങനെ പ്ലാന്റും കിഴങ്ങും ഒക്കെ നമ്മൾ പോട്ട് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇവയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ ഈ കിഴങ്ങൊന്നും ചീഞ്ഞ് പോകാത്ത രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. പ്ലാന്റ്സിനെ സ്നേഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും ഒക്കെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അടുത്ത വീഡിയോയുമായി കാണും വരെ ബൈ ബൈ.